ഹലോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മണർകാട് നിന്ന് അയർക്കുന്നത്തിന് പോകുന്ന വഴിക്ക് മാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ കാന്താരി റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ പോകാം എന്ന് വിചാരിച്ച് നാടൻ ഊണും ഷാപ്പിലെ കറി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. വഴി സൈഡിൽ തന്നെയാണ്. അപ്പോൾ പണ്ട് മുതലേ ഉള്ളതാണ് കേട്ടോ, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചു. എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ കിട്ടുള്ള ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 കൂട്ടം 3 കൂട്ടം അങ്ങനെ മേടിക്കാം എന്ന് വിചാരിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ അമ്മുക്കുട്ടനുണ്ട് കേട്ടോ, ഞങ്ങൾ 3 പേരോടെയാണ് പോയത്. അപ്പം എല്ലാം നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ്, പറയാണ്ടിരിക്കുമ്പോൾ അടിപൊളി ഫുഡാണ്. പിന്നെ എന്നാ പറയുന്നത്, ഉച്ച സമയമായതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്യാബിനൊന്നും ഫ്രീ ആയിട്ട് കിട്ടിയില്ല. നമ്മൾ അതിനകത്തെ റൂമിലാണ് ഇരുന്നത്. റൂമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് നല്ല എന്നാ പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ്. ഒരു ഫാനുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. കാരണം 1 മണി സമയത്തൊക്കെ ഞങ്ങൾ പോയത്. അപ്പം അവിടെ ഉച്ചയ്ക്ക് ഫുഡിന് ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ ഞാനും അമ്മുക്കുട്ടനും കൂടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേനും ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നു. ഞങ്ങൾ ഒരു സെറ്റ് അപ്പവും ഒരു സെറ്റ് കപ്പയും ഒരു ബീഫ് ഫ്രൈയും പൊടിമീൻ വറുത്തതുമാണ് വന്നത്. അതിൻ്റെ കൂടെ അവർ മറ്റേ എന്നാ പറയുന്നത് ഒഴിച്ച് കറി, ബീഫിൻ്റെയൊക്കെ ഗ്രേവിയാണെന്ന് തോന്നുന്നു, അതും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞങ്ങൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ അധികം നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അപ്പം 2 സാധനം മേടിക്കണം, നമുക്ക് ഷെയർ ചെയ്ത് 2 പേർക്കൂടെ കഴിക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അമ്മുക്കുട്ടനെ ആകെ അതിൽ നിന്ന് കഴിച്ചത് ആ ഒഴുവൽ വറുത്തത് മാത്രമാണ്. ഇതിപ്പോൾ നല്ല ഇച്ചിരി വലിയ ഒഴുവലാണ് കേട്ടോ. അപ്പം പൊടിവറ പറഞ്ഞപ്പോൾ അതാണ് കിട്ടിയത്. അത് ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല എന്നാ പറയുന്നത് വഴക്കൊന്നും ഇല്ലാണ്ടിരുന്ന് കഴിച്ചോളും. അന്ന് ഞങ്ങൾ പോയ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നത്തെ. അപ്പോൾ അതിലും ഇങ്ങനെയാണ്, ആൾ ഈ പൊടിവറയുടെ ആളാണ്. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനൊക്കെ വറുത്തത് ഇത് മുഴുവനൊന്നും കഴിക്കില്ല കേട്ടോ, 3-4 പീസൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പം അടിപൊളി ഫുഡായിരുന്നു. അപ്പം ഞാൻ അച്ചാച്ചൻ എനിക്കൊരു ശകലം കപ്പം, എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തത്. ഇതാണ് ക്യാബിന്, 3 ക്യാബിനുണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു ക്യാബിനുണ്ട്. അങ്ങനെ മൊത്തം 4 ക്യാബിനും പിന്നെ അതിനകത്ത് റൂംസുമാണ് വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങോട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. പിന്നെ തണുത്ത വെള്ളമുണ്ടെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ ഒരു അടിപൊളി ഫുഡായിരുന്നു ഇന്നത്തെ ഡേ. ഒരു കുഞ്ഞു വിശേഷം ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നു. താങ്ക്